മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ. വീട് ഭേഷായിരിക്കണോ ഗുരുദേവ? ഭേഷായിട്ട് നീ പറയുമല്ലോ അല്ലേ? എന്നെ വിശ്വാസം ഇല്ലേ ഗുരുദേവ? സൗഖ്യമാണോ? നിങ്ങളുള്ളപ്പോ ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ ഭട്ടു? ഭട്ടുവാ? അമ്മായി സ്നേഹം കൊണ്ട് വിളിക്കണതാ. വരിക. ഇതാരാ? എന്റെ അനന്തരവനാ, ശിഷ്യനും കൂടിയാ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. വെയില് തലഞ്ഞു വന്നതല്ലേ, ഞാൻ കുടിക്കാൻ സംഭാരം. ആയിക്കോട്ടെ. ഗുരുദേവ, എന്താ ഈ സാധനങ്ങളൊക്കെ നോം തന്നെ വാങ്ങി കൊടുത്തതാ. ശരിക്ക് പറഞ്ഞാ ഗുരുദേവൻ അങ്ങോട്ട് വഹിച്ചൂല്ലേ? ഈ വേളി കഴിഞ്ഞ് കിട്ടിയാ എല്ലാം എന്റേതാവൂലടോ. ഈയിടെയായിട്ട് ഇത്തിരി തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടൊന്നും കാണാറില്ല. പിന്നെ 6 മണിക്ക് ജോഗിങ്, 7 മണിക്ക് ജിമ്മ്, 8 മണിക്ക് യോഗ. എന്റെ ഗുരുദേവൻ 6 പാക്ക് ആവാനുള്ള ശ്രമത്തിലാ. അതൊക്കെ ഇവിടെ പറയണോ? അങ്ങൊന്ന് വെറുതെ ഇരിക്കുക. ഇത്രയും കാലം അങ്ങ് ബ്രഹ്മചാരിയായിരുന്നു എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ആശ്ചര്യമായിരിക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വേളിക്ക് വേണ്ടി തിരച്ചിലായിരുന്നു അല്ലേ അമ്മായി? അതെ അതെ, കാത്തിരുന്ന് വാർത്തക്കായി. ഏയ് അങ്ങനെയൊന്നുമില്ല. ഗുരുദേവൻ ഇപ്പോഴും യവ്വനല്ലേ? അറിയോ, കഴിഞ്ഞ ആഴ്ച ഒരു പേടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ വേളിപ്പെണ്ണി എന്നെ ഗുരുദേവനോട് പൊളിച്ചോടാൻ തയ്യാറായി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ഗുരുദേവ. ഇതൊക്കെ എന്താ ഇത്ര പറയാൻ? ഇതൊക്കെ പതിവുള്ളതല്ലേ? അമ്മായി കേട്ടിരിക്കും. കേട്ടിട്ടില്ലല്ലോ. എന്നെ ശുണ്ടി ഒടിപ്പിക്കരുതാ. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? ഇതൊക്കെ ഒരു വിദ്യല്ലേ അമ്മായി? ചന്തു എവിടെ? ഇവിടെ ഉണ്ട്. പൂജ കഴിഞ്ഞ് രാമായണം വായിക്കാൻ ഞാൻ വിളിക്കാം. ചന്തു. എടാ ചാരി, ചന്തുവിനെ കുറിച്ച് ഞാൻ എങ്ങനെയാ വർണ്ണിക്കുക? നല്ല പഞ്ചവർണ്ണ കിളിയെ പോലെ ഉണ്ടാവും. ഗുരുദേവനെ കണ്ടാ നോക്കൂത്തേക്ക് മുണ്ടുപിടിച്ചോളുണ്ടാവും. മാച്ച് ആവോ? നിന്റെ നാവ് വരുന്നു. ശിവനെ, ഈ സ്ത്രീക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മായി, ചന്തു വരണുണ്ട്. ഗുരുദേവ, കുട്ടി നോക്കണില്ലല്ലോ. നാണിച്ചിട്ട. ഇപ്പൊ കണ്ടോളൂ. ചന്തു. ഇവളോ? എന്താ പറ്റിയേ? അതല്ല ഗുരുദേവ, അത്യാവശ്യം ഒരു കൂട്ടം പറയാനായിട്ട് പുറത്തോട്ട് വരിക. എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ പറയുന്നുണ്ട്, അങ്ങോട്ട് പുറത്തേക്ക് വരിക. ഭട്ടതിരി നിൽക്കൂ. ചന്തു, നിന്നോട് ഭട്ടതിരിന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഭട്ടു. ശരി ഭട്ടു. ഭട്ടു തന്നെ 2-in-1 സെറ്റ് പാടണില്ല. കാലത്ത് സുപ്രഭാതം കേൾക്കാത്തോണ്ട് ഒരു സുഖമില്ല. അതൊന്ന് നന്നാക്കി കൊണ്ടുവരാൻ അയാളെ ഒന്ന് അയക്കോ? അത്രല്ലേ ഉള്ളൂ. അതോർത്ത് വിഷമിക്കണ്ട. ഇവൻ റിപ്പയർ ചെയ്യും. കാണിച്ചു കൊടുക്കുക. ചെല്ലുക. ഗുരുദേവ, നിക്ക് പറയാനുള്ളതും ഒരു 2-in-1 കാര്യമാ. ആദ്യം ചന്തുവിന്റെ 2-in-1 റിപ്പയർ ചെയ്ത് കൊടുക്കുക. പോവുക. കൃഷ്ണ, എന്താ ഈ കുട്ടി കാട്ടണേ? എന്താടാ നീ പറയാൻ പോകുന്നേ? അതേടാ, വീണ്ടും ഇടാന്ന്. നീ ഭട്ടതിരിയുടെ സ്വിമ്മിംഗ് പൂളിൽ കണ്ട കാര്യം പറയാൻ പോവാ? പിന്നെ പറയാതെ, കളർ ടിവിയും VCRും 2-in-1 ഒക്കെ ആയിട്ട് എന്റെ ഗുരുദേവനെ ശരിക്കും നക്കിയെടുത്തില്ലേ? പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരി, ചെന്ന് പറ. ഞാനും പറയാം. എന്താ പറയാൻ പോണേ? അതെ, സ്വിമ്മിംഗ് പൂളിൽ വെച്ച് എന്റെ കണ്ണി കണ്ടിടത്തൊക്കെ തൊട്ടത്, എന്റെ ദേഹത്ത് എവിടെയൊക്കെ മറുകുണ്ടെന്ന് കണ്ടുപിടിച്ചത്. വടാ, നമുക്ക് പോയി പറയാം. ഇതൊക്കെ പറഞ്ഞ എന്റെ ഗുരുദേവന്റെ ഹാർട്ട് അമിട്ട് പൊട്ടണ പോലെ പൊട്ടുവല്ലോ. അപ്പോഴേ നീയും അടയ്ക്കാം, ഞാനും അടയ്ക്കാം. എന്താ അത്? വായ. എന്നാ തുറക്ക. എന്ത്? ഡോറേ. ചാരി, എന്തായി? ഇത് സാധാരണ 2-in-1 അല്ല ഗുരുദേവ, മുന്തിയ ഇനമാണേ. എന്തായാലും സുപ്രഭാതം പാടുമല്ലോ, അത് മതി. ചന്തു, വൈകുന്നേരം റെഡിയായിരിക്കുക. എവിടേക്കാ? വാന്ന് പറഞ്ഞ മനുഷ്യന് സൂര്യൻ തരാതെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. എനിക്ക് പബ് എന്ന് കേട്ടാലേ കലിയ. പബ്ലിക് റൊമാൻസിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ട് നർസേ. ഒന്ന് മോഡേൺ ആവടാ. എന്തിനാ ഗുരുദേവ എന്നെ ഈ പ്രച്ഛന്ന വേഷം കെട്ടിച്ച്? ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചാ മതിയോ? ജീവിതം ഒന്ന് ആസ്വദിക്കണ്ടേ? ഈ പബ്ബ് പൂജ ചെയ്തത് നമ്മളല്ലേ? എന്റെ ഭട്ടു, ഈ ഡ്രസ് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഇതെന്നല്ല, നിനക്ക് തുണിയെ ഇഷ്ടമല്ലല്ലോ. എന്റെ ഗുരുദേവ, എനിക്ക് താറെടുക്കാഞ്ഞിട്ട് ഒരു സുഖമില്ല. ഹൈ, ഇവനൊരുത്തൻ. ഇത് ഈ പബ്ബിലെ ഡ്രസ് കോഡാടാ. ധരിച്ചേ പറ്റൂ. വരിക. എന്ത് കോടോ എന്തോ. സർ, ക്യാബ് സർ. എന്തിനാ? പബ്ബിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് പ്ലീസ്. നീ എന്തിനാ ഇവിടെ ഇരുന്നേ? ഇരിക്കാൻ പാടില്ലേ? ബിയർ വാങ്ങിട്ട് വരിക. മദ്യപിക്കേ? മോനെ ചാരി, നിനക്ക് ശാസ്ത്രത്തിലുള്ള അറിവ് പുരാണത്തിൽ പോരാട്ടോ. ദേവകൾ എന്താ കുടിക്കുക? സുരപാനം. ദേവകൾ കുടിക്കുമ്പോൾ സുരപാനം, നമ്മൾ കുടിക്കുമ്പോൾ ബിയർ. പോയി വാങ്ങിട്ട് വരിക. എന്തായാലും എല്ലാം പാലത്തിൽ ഒന്ന് തന്നെയാ. എടോ ബാർബോയ്, ഒരു ബിയർ ഇങ്ങനെ തരിക. ഇപ്പഴല്ലോ താൻ ഒരു ബോട്ടിൽ അടിച്ചത്. എന്താ കഥ? ഞാനോ? ബിയറോ? ആര് കുടിച്ചൂന്നാ? ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ. എടോ കൊരങ്ങ, എന്തൊക്കെയാ താനീ പൊലമ്പണേ? ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ വരുന്നതിന് ആദ്യമായിട്ടാടോ. എന്താ കുട്ടി കാണിക്കണേ? അസ്ഥാനത്ത് തോണ്ടേ? ആരാ നീ? ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്ന? എന്റെ സംസാരം ഇങ്ങനെയാ. ചുമ്പാ ആ ബിയർ ഇങ്ങനെ തരിക. ഇവക്കും കൊടുക്കാം മദ്യം. ഇത് വലിയ ശല്യമായല്ലോ.
അവിടെ നിക്ക. എന്താടാ നീ ആരുടെ മുണ്ട വെക്കാനാ അങ്ങോട്ട് പോണേ? വായിലടാ നിനക്ക് കോശവൻ. ഇത് പിടിക്ക, അവിടെ പോയി ഇരിക്ക. എവിടേക്കാ? നിന്നോട് പറയണോ? എന്താ ദേഷ്യ? അല്ല, സ്നേഹ. സോറി പറയാനുള്ള വരവാന്നാ തോന്നുന്നേ. ഇഡിയറ്റ്. ഒരു ബിയറും കൊടുത്താ. എടോ ഇത് ബിയറാ, പച്ചവെള്ളം അല്ല. വലിച്ചങ്ങ് കേറ്റരുത്. ഇപ്പൊ ഒരെണ്ണം തന്നല്ലേ ഉള്ളൂ. പിന്നെയും വന്നിരിക്കുന്നു. ഇതെല്ലാം എങ്ങോട്ടേ പോണേ? അതോ, അതവിടെ ഇരുന്ന് കിളവൻ വാങ്ങിച്ചു കുടിച്ചു. മോന്തയ്ക്കൊന്ന് കൊടുത്താലോ എന്ന് വിചാരിച്ചാ പ്രായത്തോർത്ത് വിട്ടു. അതേതായാലും നന്നായി. നീ ബിയറിട്. കുടിച്ചോളിയാ ഗുരുദേവ നിങ്ങളുടെ ബിയറ്. ഒരെണ്ണം കുടിക്കട്ടടാ, കുടിച്ചു കഴിയട്ടെ. ഇതെന്താ ഏറ്റവും? ഇതാരാ? നിന്റെ അങ്കിളാ? നിനക്ക് സന്തോഷായില്ലേ? ഹീസ് മൈ ഫ്രണ്ട്. ഓ ഐ എം സോറി. കണ്ടാ നിന്റെ അങ്കിളാണെന്നേ പറയൂ. ആ കുട്ടിക്ക് നല്ല ഫലിത ബോധമുണ്ട് ഗുരുദേവ. അവൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ കുട്ടിയെ, എന്താ നിരീച്ചിരിക്കണേ? കാണാനൊരു വൃദ്ധ ബ്രാഹ്മണനാണെങ്കിലും മനസ്സിപ്പോഴും ചെറുപ്പാണേ. നിത്യേന പാല് സേവിക്കണത് അസ്ലീ പവറാ. ഓ ഐ എം സോറി അങ്കിൾ. ചന്തു ബൈ. ദരിദ്രവാസി. പുറത്തേക്ക് പോവുക. എന്റെ കാര്യം ചന്തു. ഗുരുദേവ, സ്വർഗത്തിലെ കട്ടറും ബാബാതിരിക്ക. എന്താ നോക്കണേ? തോണ്ടണോ നിനക്ക്? ഇന്നെ പ്രശ്നം തോണ്ടിക്കോളാ. What is this? Decency കാണിക്ക്. ഡീസൻസിയോ? ഇവിടെ ആർക്കാതുള്ളത്? കണ്ടില്ലേ തുണി ഉരിഞ്ഞ് ആടുന്നത്? നിക്കിവിടം ശരിയാവില്ല. ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ വേണം പറയാൻ. Stupid fellow. എന്ത് സ്ട്രക്ചറാളിയാ. ചാരക്കാളിയാ. എവിടെയായിരുന്നു ഇതുവരെ? നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യണോ? എന്റെ മൂഡ് കംപ്ലീറ്റ് കളഞ്ഞു. അതിന് നീ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലം ഇതല്ലേ? ചന്തു ഡാൻസ് ചെയ്താലോ? ഡാൻസോ? ഡാൻസ് എനിക്ക് അറിയില്ല ഭട്ടു. എനിക്കെന്താ ഡാൻസ് അറിഞ്ഞിട്ടാ? അങ്ങോട്ട് ചെല്ലുക, കളിക്കുക. വരിക വരിക. ഭട്ടു, ഇയാൾ എന്നെ മനഃപൂർവ്വം ഇടിക്കുക. എന്താ എന്താ ശല്യം ചെയ്യണേ? ചന്തു ഇനി അധികം എവിടെ നിക്കണ്ട. എന്താ ഒന്നും പറയാത്ത ഭട്ടു? എന്ത് പറയാനാ ചന്തു? കിട്ടാനുള്ളത് കിട്ടിയില്ലേ? വരൂ പോവാം. അങ്ങോട്ട് വാർന്ന് നിൽക്കുക. നന്ദു, നീ വീട്ടിലേക്ക് വയ്ക്കോ. എന്താ പറയുന്ന കേക്ക് പ്ലീസ്. കാര്യം എന്താന്ന് പറ. പോകാനല്ലേ പറഞ്ഞത്? ഇവിടെ ഇത് സാധാരണ നടക്കാറുള്ളതാ. നീ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ കൂടെ വന്നതുകൊണ്ടല്ലേ ഭട്ടുവിന് അടി കിട്ടിയത്? നീ ഉള്ളതുകൊണ്ട് അവന്മാരെ രക്ഷപ്പെട്ടെ. ഇല്ലേച്ചാ കാണായിരുന്നു കളി. യവന്മാരെന്റെ പുക കണ്ടേ അടങ്ങൂ. അങ്ങനെ അങ്ങ് പോയാലോ മച്ചു? ഇവളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. എന്നിട്ടാവാ സംസാരം. അത് വേണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഇപ്പോഴോ? എന്നാ വരിക. വാടാ. എന്തിനാടാ ശല്യപ്പെടുത്തണേ? ഞങ്ങള് ശല്യത്തിനൊന്നുമില്ല. ആ പെണ്ണിനെ ഇങ്ങോട്ടേക്ക്. ഓ എന്റെ ശിവനെ. നിങ്ങളൊക്കെ ചെറുപ്പല്ലേ? ആരോഗ്യമില്ലേ? വേറെ ഏതിനെങ്കിലും വളച്ചൂടെ? ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളച്ചതാ. കയ്യിൽ നിന്ന് കുറെ കാശ് പോയി. ഗുരുദേവ, ഇങ്ങരുത് എവിടെ പോയി തൊലഞ്ഞു? ഗുരുദേവ, 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 അയ്യോ എവിടെ പോയോ എന്തോ. എന്തിനാ തടയണേ?
ബില്ലിനാണോ? ഞങ്ങൾ ഇവിടെ വന്ന് പൂജ ചെയ്തുകൊണ്ട് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് ബില്ല് ചോദിക്കേ. എവിടെയാ നിങ്ങളുടെ ഓണർ? വിളിക്കാങ്ങട്. നിക്ക് 2 വാക്ക് സംസാരിക്കണുണ്ടേ. വിളിക്കണോ? തിരുമേനി നിങ്ങൾ പൊക്കോളൂ. എങ്ങോട്ടാ പോണ്ടേ? പാട്ടിന് ഞാൻ പോയതാ. ഈ 2 മർക്കടന്മാരും കൂടെ എന്റെ വഴി തടഞ്ഞു. അഭിമാനത്തിന് വില പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇവരെ 2 അസഭ്യം പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. സോറി പറയടാ. ബ്രാഹ്മണ ശാപ ഏൽക്കാൻ നോക്ക. ഹൈ, ഇവറ്റേക്കൊന്നും വേറെ ഒരു പണിയില്ലേ? എവിടെയായിരുന്നു ഗുരുദേവ? കൺമുൻ ഇന്നലെ അപ്രത്യക്ഷമായത്. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടാതെ പിന്നെ എന്താ ചെയ്യാ? നിക്ക് വന്ന ദേഷ്യത്തിന് നരസിംഹ അവതാരം എടുത്ത് വലിച്ചു. എനിക്കൊന്നും പറ്റിയില്ലല്ലോ ചാരി. കൈയെടുത്തങ്ങോട്ട് മാറ്റുക. നിനക്കറിയാലോ ഞാൻ എത്ര അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സ്ത്രീകളുടെ മുന്നിൽ ചെയ്യാറുണ്ടോ? സ്ത്രീകൾ കൂടെ ഉള്ളപ്പോ സംയമനം പാലിക്കണം. ഇങ്ങോട്ട് വരിക. പട്ടു ചന്തു, അവര് വീണ്ടും വന്നാലോ? നോമി ഇവിടുന്ന് കൊണ്ട് മാറി നിൽക്കാം. എടാ ചാരി, നീ ചന്തുവിനെ വീട്ടിൽ കൊണ്ടാക്കുക. ഞാനോ? ഒറ്റയ്ക്കോ? താൻ തന്നെ ഒറ്റയ്ക്ക് വരിക. ഇങ്ങനെ മിണ്ടാതെ വണ്ടി ഓടിക്കാതെ എന്തേലും ഒന്ന് പറഞ്ഞൂടെ? എനിക്ക് മന്ത്രം ചൊല്ലാനല്ലോ മറ്റൊന്നും അറിയില്ല. ആ മന്ത്രമെങ്കിലും ചൊല്ലി എന്നെ ഒന്ന് പ്രീതിപ്പെടുത്ത്. പ്രീതിപ്പെടുത്താൻ നീ ആരാ? ദേവിയോ?